കീബോർഡില് ഒരു കീ കളഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടേ ഇത് എൻട്ര കീ ആണ് ഇത്ര പോയത് ആദ്യം. അത് കഴിഞ്ഞിട്ട് പറയാം എൻട്ര കീ ഇവിടെ ഉണ്ട്, വേറൊരു കീ ആണ് പോയത്. എന്നിട്ട് തപ്പാന്ന് തുടങ്ങി മുകളിലാണ് കീ പോയത്. നീ കീ കൊണ്ട് വന്നാ മതി, നീ ഇവിടെ കയറണ്ട. നീ കീതപ്പടി ഇങ്ങോട്ട് വന്നേ. നോക്ക് തപ്പ് തപ്പ് തപ്പിന്റെ അടിയില് തപ്പ്. എന്തായി? സത്യം പറയാം, ഈ കീബോർഡ് താഴെ വീണു, ബാറ്ററി പോയി, ബാറ്ററിയുടെ ക്യാപ്പ് പോയി, അതും കിട്ടി. എന്തായാലും കീ കിട്ടിയില്ലെങ്കിലും വീടൊക്കെ ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ. വേണ്ട ഇതൊക്കെ കിട്ടി. ഇനി ആദ്യം പറയണ അതിൻ്റെ ഇടയിൽ പറയണത് ഈ കീബോർഡ് വാങ്ങിച്ചപ്പോൾ ആ കീ ഇല്ലായിരുന്നു അത്രേ. ഇപ്പൊ എങ്ങനെയൊക്കെയാണ് പറയണത്? ഇന്നൊരു തീരുമാനം ഉണ്ടാക്കുന്നത്. നീ കീ തപ്പി പിടിച്ചിട്ട് വന്നാ മതി നീ ഇങ്ങോട്ട്. ഇനി അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് അപ്പുറത്ത്? മുന്ന് വേറെ ഏതോ കീ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ക്ലീനായി കിടപ്പുണ്ട്. അങ്ങനെ കിട്ടിയെന്നാണ് പറയണത്. കിട്ടി. കീബോർഡിൽ കീ ഇല്ല. ഇതിപ്പോ ഏത് കീയാ? ഇൻസേർട്ട് കീ. ഇൻസേർട്ട് കീ. ഓക്കെ, ഇൻസേർട്ട് കീനെ നമുക്ക് കീബോർഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, എന്തായാലും ഇതൊക്കെ ക്ലീൻ ആക്കി വെച്ചാണ്. കീബോർഡിന്റെ കീ പോയാൽ എന്താ വീട് വൃത്തിയായി. അതെ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് കളയണം അല്ലേ, എന്നാലേ വീട് ക്ലീൻ ആവുള്ളൂ. ശരി, അപ്പൊ തുടങ്ങിക്കോ. എന്തായാലും പോയതല്ലേ, നിങ്ങൾ അറിയണം. കുറെ കാലമായി ഞാനിത് ക്ലീൻ ചെയ്യണം വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഞാൻ മനഃപൂർവ്വം അത് തട്ടിയിട്ടിട്ട് അത് തപ്പിയിട്ട് ഇവിടെയൊക്കെ ക്ലീൻ ചെയ്യായിരുന്നു. ഇല്ലെങ്കിൽ ക്ലീൻ ആവില്ല. പട്ടാ പകലും നോണ പറയണോ? എന്റെ സ്വന്തം ഈ ചൂലല്ല, സൂപ്പർ ചൂലാണ്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എനിക്കറിയില്ല. എന്ത് പടിപാടോ? ഉള്ളില് മാരകായുധങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇതിന് ലിങ്ക് ഒന്നില്ലേ ഡിസ്ക്രിപ്ഷനിൽ? അങ്ങനെയാണല്ലോ പൊതുവെ യൂട്യൂബേഴ്സിന്റെ ഒരു ഇത്. ലിങ്ക് ഇല്ല. ഓക്കെ, ലിങ്ക് നോട്ട് ഇൻ ബയോ. ഓക്കെ, ബൈ.